ചില വർഷങ്ങൾക്ക് മുമ്പ് ചെവിയിൽ പറയുവാൻ പോലും മടിച്ചിരുന്ന പാപപ്രവർത്തികൾ ഇന്ന് പരസ്യമായി ചെയ്യുന്നതിനൊരു മടിയുമില്ല പലർക്കും. പാപം ജീവിതത്തിൻ്റെ ഒരു ശൈലിയായി തീർന്നിരിക്കുന്നു. എന്നിട്ട് മനുഷ്യൻ അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. ധാർമ്മികമായി അയ്യോ കഷ്ടം എന്ന് പണ്ട് പറഞ്ഞതിനെ ഇന്ന് നിയമസാധുതയുള്ള അവകാശങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഉന്നതമായ ജീവിത മൂല്യങ്ങൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനൊരു അറുതിയില്ലേ? ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഒരു ദൈവഭക്തൻ്റെ മരണാനന്തര ജീവിതവും ദൈവത്തെ ഗണ്യമാക്കാത്തവൻ്റെ മരണവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്നതാകുന്നു ക്രിസ്തു പറഞ്ഞ ലാസറിൻ്റെയും ധനവാന്റെയും ചരിത്രം. ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പയക്കുന്നു. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 57-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ഒരുപക്ഷെ താങ്കൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വ്യക്തി ഇന്ന് യാതൊരു പ്രശ്നവും നേരിടാത്തതുപോലെ ജീവിക്കുന്നത് കാണുമ്പോൾ ആരെ ചോദ്യം ചെയ്യണമെന്ന് താങ്കൾക്ക് തന്നെ അറിയാത്ത സ്ഥിതി ഉണ്ടാകുമില്ലേ? അങ്ങനെയുള്ളവർ സമൂഹത്തിൽ ഒരുപക്ഷെ ഉന്നതന്മാരായിരിക്കുന്നു. അവർ സാമ്പത്തികമായും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ നീതിപൂർവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നട്ടം തിരിയുന്നതായും താങ്കൾ കാണുന്നുണ്ടാകും. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ഇതൊരു വലിയ ചോദ്യമായിട്ട് പലപ്പോഴും അവശേഷിക്കുന്നില്ലേ? സുഹൃത്തെ, യുഗാന്ത്യത്തിൽ നീതിമാന്മാർ സുഖവും സമാധാനപൂർണവുമായി ജീവിക്കുന്നതും ദുഷ്ടന്മാർ ശിക്ഷിക്കപ്പെടുന്നതും അവരെ അവഗണിക്കപ്പെടുന്നതും കാണാൻ പോവുകയാണ്. ദുഷ്ടന് സമാധാനമില്ല എന്ന് തിരുവചനം തീർത്തു പറഞ്ഞിരിക്കുന്നു. ഇന്ന് നാം പഠിക്കുന്ന ഭാഗം ഇതുമായി വളരെ ബന്ധമുള്ളതാണ്. എന്നാൽ ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ സമൃദ്ധിയും സൗഖ്യവും സ്വാധീനവും ഒക്കെ കണ്ട് നീതിമാന്മാർ ആശങ്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. സങ്കീർത്തനക്കാരനായ ആസാഫിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചിന്താക്കുഴപ്പം ഉണ്ടായതായി 73-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ഗുണഗണങ്ങൾ അറിഞ്ഞവനെങ്കിലും ഒരിക്കൽ ഈ ആസാഫിൻ്റെ ചിന്ത പോയത്, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം, എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദനയൊട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല എന്ന് 73-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ആസാഫ് ഇങ്ങനെ ചിന്തിച്ച് നിരാശയുടെ വാക്കുകൾ പോലും പറഞ്ഞുപോയി. 12-13 വാക്യങ്ങളിൽ, 73-ാം സങ്കീർത്തനം 12-13 വാക്യങ്ങളിൽ ഇങ്ങനെയാകുന്നു: ദുഷ്ടന്മാർ അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. എന്നാൽ ഇവിടെ വെച്ച് തൻ്റെ ദൈവം പ്രവർത്തിക്കുന്നതായി ആസാഫ് കാണുന്നു. തൻ്റെ ദൈവാശ്രയം ഉപേക്ഷിക്കണമോ നാടോടുമ്പോൾ നടുവേ ഓടണമെന്നോ ആസാഫ് തീരുമാനിച്ചില്ല. ഈ പൊരുത്തക്കേടിനുള്ള ഉത്തരം തേടി ദൈവസന്നിധിയിൽ അവൻ ചെല്ലുന്നു. അപ്പോൾ ഒരു കാര്യം അവന് ബോധ്യമായി, അതെ, ദുഷ്ടന്മാരുടെ അന്തം വളരെ മോശമായിരിക്കുന്നു. 73-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. ദൈവാശ്രയത്തിൽ നീതിയെ പിന്തുടരുന്ന ഒരു ദൈവ പൈതലിന് ഇത് എത്രയോ പ്രോത്സാഹജനകമായിരിക്കുന്നില്ലേ?
ഇന്ന് നാം പഠിക്കുന്ന യെശയ്യാപ്രവചനം 57-ാം അധ്യായം ഈ വിഷയത്തിൽ കൂടുതലായി നമ്മെ സഹായിക്കുന്നതാണ്. യഹോവയുടെ രക്ഷ എന്ന തലക്കെട്ട് കൊടുക്കാവുന്ന ഒരു പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തിൻ്റെ, അതായത് 40 മുതൽ 66 വരെയുള്ള അധ്യായങ്ങളിലെ 2-ാമത്തെ പിരിവിൻ്റെ അവസാനമാണ് ഈ 57-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അതായത് ഈ ഒടുവിലത്തെ ഭാഗത്തെ ആദ്യ പിരിവിൽ ദാസനിൽ കൂടിയുള്ള യഹോവയുടെ ആശ്വാസത്തെയാണ് നാം കണ്ടത്, 40 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളിൽ. ഈ 2-ാമത്തെ പിരിവിൽ 49 മുതൽ 57 വരെയുള്ള അധ്യായങ്ങളിലെ വിഷയം കഷ്ടപ്പെടുന്ന ദാസനിൽ കൂടിയുള്ള യഹോവയുടെ രക്ഷ എന്നതാണ്. തുടർന്ന് നാം കാണുവാൻ പോകുന്നത് 58 മുതൽ 66 വരെയുള്ള അധ്യായങ്ങളിൽ കഷ്ടപ്പെടുന്ന ദാസനിൽ യഹോവയുടെ മഹത്വത്തെക്കുറിച്ചാണ്. കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഭാരമനുഭവിക്കുന്ന ദാസനിൽ കൂടിയുള്ള രക്ഷ പ്രാപിക്കുവാൻ താഴ്മയോടുകൂടെ കടന്നു വരുന്നവർ നീതീകരിക്കപ്പെട്ടവരാകുന്നു എന്നാണ്. അതിനെ തള്ളിക്കളയുന്നവർ തങ്ങളുടെ തനതായ വഴിയിൽ ശിക്ഷാവിധിയിലേക്കാണ് മുന്നേറുന്നത് എന്ന് പ്രവാചകൻ പറയുന്നു. യെശയ്യാപ്രവചനം 57-ാം അധ്യായം നമ്മെ ഒരു വഴിത്തിരിവിൽ കൊണ്ടെത്തിക്കുന്നു. ഇവിടെ ജീവനിലേക്കുള്ള ഒരു വഴിയുണ്ട് ഒരു വശത്ത്, മറുവശത്ത് നാശത്തിലേക്ക് പോകുന്ന വിശാലമായ വഴിയുണ്ട്. ഇതിൽ ഏത് വഴി തിരഞ്ഞെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്. നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നമുക്ക് നോക്കാം. 57-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. നീതിമാൻ നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല. ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നു എന്ന് ആരും ഗ്രഹിക്കുന്നില്ല. നീതിമാൻ നശിക്കുന്നു. മരണമാകുന്ന വാതിലിൽ കൂടി ദൈവത്തിൻ്റെ അനേക വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭാവിയിൽ വരുവാൻ പോകുന്ന പലവിധമായ പ്രയാസങ്ങളിൽ നിന്നും ദൈവം അവരെ മാറ്റുകയാണ് ചെയ്യുന്നത്. ലോകം ദിനംതോറും വഷളായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാവി വളരെ മോശമാകുവാൻ പോകുന്നു എന്ന് എല്ലാം കൊണ്ടും നമുക്കറിയാം. അതുകൊണ്ട് ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക അടിക്കടി നമ്മിൽ വർദ്ധിക്കാറുണ്ട്. ഈ ആശങ്കകൾ തലമുറകൾ മാറും തോറും കൂടുതൽ പ്രശ്നത്തിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കുകയാണ്. 57-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു, നേരായി നടക്കുന്നവരൊക്കെയും താൻ്റെ കിടക്കയിൽ വിശ്രാമം പ്രാപിക്കുന്നു. അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് വായിച്ചല്ലോ. അവന് തൻ്റെ ഹൃദയത്തിൽ സമാധാനമുണ്ടായിരിക്കും എന്നർത്ഥമാണ്. നേരായി നടക്കുന്നവരൊക്കെയും താൻ്റെ കിടക്കയിൽ വിശ്രാമം പ്രാപിക്കുന്നു എന്ന് പറയുന്നു. കിടക്കയിൽ കിടക്കുമ്പോഴാണ് അവന് മരണം സംഭവിക്കുന്നത് എങ്കിൽ അവൻ മഹാപീഡനത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നു എന്നർത്ഥമാണ്. എന്തൊക്കെ സംഭവിച്ചാലും അവർക്ക് സമാധാനമുണ്ടായിരിക്കും നീതീകരിക്കപ്പെട്ടവർക്ക്. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, ക്ഷുദ്രക്കാരത്തിയുടെ മക്കളെ, വ്യഭിചാരിയുടെയും വേശ്യയുടെയും സന്തതിയെ, ഇങ്ങോട്ടടുത്ത് വരുവീൻ. ഇപ്പോൾ ദൈവം ദുഷ്ടന്മാരെ അഭിസംബോധന ചെയ്യുകയാണ്. അവരുടെ പാരമ്പര്യം പോലും വളരെ മോശമായതാണ്. അവരുടെ അമ്മമാർക്ക് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ ആരും ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒന്നല്ല എന്ന് നമുക്കറിയാം. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിങ്ങൾ ആരെയാകുന്നു കളിയാക്കുന്നത്? ആരുടെ നേരെയാകുന്നു നിങ്ങൾ വായു പിളർന്ന് നാക്ക് നീട്ടുന്നത്? നിങ്ങൾ അതിക്രമക്കാരും വ്യാജസന്തതിയും അല്ലയോ? ദുഷ്ടന്മാർ നീതിമാന്മാരെ പീഡിപ്പിക്കുന്നു. ഇതുവരെയും ദൈവം അതിൽ ഇടപെട്ടില്ല. ചുറ്റുപാട് ഒന്ന് കണ്ണോടിച്ച് നോക്കൂ. നീതിമാന്മാർ ഇന്ന് ആക്രമിക്കപ്പെടുന്നതായി കണ്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇത് ഒട്ടും നല്ല സമയമല്ല. നിരപരാധികളെ പീഡിപ്പിക്കുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തുകയാണ്. നീതിമാന്മാർ നിസ്സഹായരാകുന്നു. കയ്യുക്കുള്ളവൻ കാര്യക്കാരൻ എന്ന സ്ഥിതിവിശേഷണമാണ് നാം എല്ലായിടത്തും ഇന്ന് കാണുന്നത്. ഈ ആക്രമണ സംഭവങ്ങൾ കൂടുതൽ കഠിനമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഏതെങ്കിലും പ്രത്യേക മതത്തോടുള്ള വിരോധമല്ല. നീതിമാന്മാർ ദുരിതം അനുഭവിക്കുമ്പോൾ ദുഷ്ടന്മാർക്ക് അതൊരു കുഴപ്പവും ഉണ്ടാകാത്തതുപോലെയാണ്. 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിങ്ങൾ കരുവേലകങ്ങൾക്കരികത്തും ഓരോ പച്ചമരത്തിൻ കീഴിലും ജ്വലിച്ച് പാറപ്പിളർപ്പുകൾക്ക് താഴെ തോട്ടുവക്കത്ത് വെച്ച് കുഞ്ഞുങ്ങളെ അറുക്കുന്നുവല്ലോ. ദൈവത്തെ ഉപേക്ഷിച്ച് വിഗ്രഹാരാധനയിലേക്ക് തിരിയുന്നവരാണ് അന്ത്യകാലത്ത് ദുഷ്ടന്മാർ. അവർ ധാർമ്മികമായി ഏറ്റവും അധപ്പതിച്ചവരും കൊലപാതകന്മാരും ആയിരിക്കും എന്നാണ് നാം വായിച്ചത്. ഇക്കാലത്തും വ്യഭിചാരവും കൊലപാതകവും ഭയങ്കരമായ പാപങ്ങളിൽ 2 അതോടൊപ്പം ദ്രവ്യാഗ്രഹിയും.
ദ്രവ്യാഗ്രഹം വിഗ്രഹാരാധന തന്നെയാകുന്നു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. ഇക്കാലത്തെ ദുഷ്ടന്മാരുടെ അവസ്ഥയും ഇതുതന്നെയാകുന്നു എന്ന് നമുക്കറിയാം. 6-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, തോട്ടിലെ മിനുസമുള്ള കല്ല് നിന്റെ പങ്ക്, അതുതന്നെ നിന്റെ ഓഹരി. അതിനല്ലോ നീ പാനീയ ബലി പകർന്ന് ഭോജന ബലി അർപ്പിച്ചിരിക്കുന്നത്. നോക്കുക, തോട്ടിലെ മിനുസമുള്ള കല്ലുകളെപ്പോലും അവർ ആരാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഒരിക്കൽ മല്ലനെ എറിഞ്ഞു വീഴ്ത്താൻ ദാവീദ് ഉപയോഗിച്ചതായിരുന്നു ഈ കല്ലുകൾ. എന്തിനേറെ പറയുന്നു, ജീവിക്കുന്ന സത്യദൈവത്തെ ഒഴിച്ച് സകലത്തെയും ഈ പറഞ്ഞവർ ആരാധിക്കും. 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, പൊക്കവും ഉയരവും ഉള്ള മലയിൽ നീ നിന്റെ കിടക്ക വിരിച്ചിരിക്കുന്നു, അവിടേക്ക് തന്നെ നീ ബലി കഴിപ്പാൻ കയറി ചെന്നു. ഇപ്പോഴിതാ കുന്നുകളുടെ മുകളിൽ അധാർമിക പ്രവർത്തനങ്ങളുമായി വിഗ്രഹാരാധന, അതുപോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി പറയുന്നു. അന്ത്യനാളിലെ ഒരു ദൃശ്യമാണ് ഇതിനെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. 8-ാം വാക്യം ഞാൻ നോക്കട്ടെ. കതകിനും കട്ടിളയ്ക്കും പുറകിൽ നീ നിന്റെ അടയാളം വെച്ചു, നീ എന്നെ വിട്ട് ചെന്ന് മറ്റുള്ളവർക്ക് നിന്നെ തന്നെ അനാവൃതയാക്കി, കയറി നിന്റെ കിടക്ക വിസ്താരമാക്കി, അവരുമായി ഉടമ്പടി ചെയ്ത് അവരുടെ ശയനം കൊതിച്ച് ആംഗ്യം നോക്കിക്കൊണ്ടിരുന്നു. മുൻകാലങ്ങളിൽ പാപം വളരെ രഹസ്യത്തിലാണ് അധികം പേരും ചെയ്തിരുന്നത്. എന്നാൽ നമ്മുടെ ഇക്കാലത്ത് പാപം പരസ്യമായിട്ടാണ് ചെയ്യുന്നത്. വെളിയിൽ അതൊക്കെ ചെയ്യുന്നതിന് മടിയില്ലാത്ത, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്ന ഒരു സമൂഹം ഉള്ളതുകൊണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ചുറ്റുപാടും ഉള്ളതുകൊണ്ട് എങ്ങനെയും ചെയ്യുന്നതിന് ആർക്കും മടിയില്ല. ഇന്നത്തെ പോലെ പണ്ടും അധാർമിക പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്നൊരു പക്ഷേ താങ്കൾ ചോദിച്ചേക്കാം. അതെ, ഉണ്ടായിരുന്നു. പണ്ടും ഇതുപോലെ തന്നെ പാപവും അധർമ്മ പ്രവൃത്തികളും ഉണ്ടായിരുന്നു. എന്നാൽ അത് രഹസ്യത്തിലായിരുന്നു കൂടുതലും. അന്ന് പാപത്തെക്കുറിച്ച് മനുഷ്യർക്ക് ലജ്ജയുണ്ടായിരുന്നു, അത് തെറ്റാണെന്ന ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ലല്ലോ. നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും മറ്റും വളരെയേറെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ സാരമില്ല, ആയിക്കൊള്ളട്ടെ എന്നുള്ള ചിന്തയാണ് ഇന്ന്. ചില വർഷങ്ങൾക്ക് മുൻപ് ചെവിയിൽ പറയാൻ പോലും മടിച്ചിരുന്ന പാപപ്രവൃത്തികൾ ഇന്ന് പരസ്യമായി ചെയ്യുന്നതിൽ ഒരു മടിയുമില്ല. നീലച്ചിത്രങ്ങളും അശ്ലീല ചിത്രങ്ങളും അതൊക്കെ എത്രമാത്രമാകുന്നു ഇന്ന് വ്യാപകമായിട്ട് ലഭ്യമായിട്ടുള്ളത്. പാപം ജീവിതത്തിൻ്റെ ഒരു ശൈലിയായി മാറി. എന്നിട്ട് മനുഷ്യൻ അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. ധാർമ്മികമായി അയ്യോ കഷ്ടമെന്ന് പണ്ട് പറഞ്ഞതിനെ ഇന്ന് നിയമസാധുതയുള്ള അവകാശങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഉന്നതമായ ജീവിത മൂല്യങ്ങൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു. തന്മൂലം മാറാരോഗങ്ങളും വിപത്തുകളും സമൂഹത്തിലേറിക്കൊണ്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഇന്ന് കോതമ്പും കളയും ഒരുമിച്ച് തന്നെ വളരുകയാണ്. അതെ, ദൈവം ഇന്ന് മിണ്ടാതെ ഇരിക്കുകയാണെന്ന് തോന്നും. എന്നാൽ ഒരിക്കൽ ഇതൊക്കെയും താൻ വേർതിരിച്ച് ന്യായം വിധിക്കുവാൻ പോകുന്നു. സുഹൃത്തെ, നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ഭാഗത്ത് മുഴുവനും നാം കാണുന്നത്. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവുമുള്ളവരോടുകൂടെയും വസിക്കുന്നു. ദൈവം ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമാണ്. അവൻ നിത്യതയുടെ ദൈവമാണ്. അന്ത്യനാളുകളിൽ അവൻ തനിക്ക് സ്വന്തമായവരെ ആശ്വസിപ്പിക്കും. ശാശ്വതവാസിയായ ദൈവത്തിനു മുന്നിൽ മനുഷ്യൻ എത്ര ബലഹീനനാണെന്ന് ഓർക്കുക. മനുഷ്യന് ഭൂമിയിൽ അധിക നാൾ വസിക്കാനാവില്ല. ഏറിയാൽ 70-80 വർഷങ്ങൾ മാത്രം. തന്നിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു വലിയ വാഗ്ദത്തം ഇവിടെയുണ്ട്. തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്നത് പോലെ ദൈവം അങ്ങനെയുള്ളവരെ കാത്തു സൂക്ഷിക്കുമെന്ന്. ദൈവത്തിന് സ്വന്തമായവർക്ക് എത്ര വലിയ സുരക്ഷിതത്വമാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എത്ര വലിയ സമാധാനമാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഈ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ടോ? ഈ വാക്യം നമ്മുടെ ഈ കാലഘട്ടവും കഴിഞ്ഞ് ഭാവിയിൽ വരാനിരിക്കുന്ന മഹാപീഡനകാലത്തേക്ക് ഉറ്റുനോക്കുകയാണ്. 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ എന്നേക്കും വാദിക്കുകയില്ല, എല്ലായ്പ്പോഴും കോപിക്കുകയുമില്ല, അല്ലെങ്കിൽ അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ദേഹികളും എൻ്റെ മുമ്പിൽ നിന്ന് ക്ഷയിച്ചു പോകുമല്ലോ.
അവൻ നിത്യനായ ദൈവമാണ്. എന്നാൽ അവൻ എന്നേക്കും പാപത്തോട് കോപിക്കുകയില്ല. അതായത് പാപത്തിനെന്നും അവൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാനാവില്ല എന്ന് ചുരുക്കം. അവൻ പാപത്തെ തുടച്ചു നീക്കാൻ പോകുന്നു. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവരുടെ അത്യാഗ്രഹത്തിൻ്റെ അകൃത്യം നിമിത്തം ഞാൻ കോപിച്ച് അവരെ അടിച്ചു, ഞാൻ കോപിച്ച് മുഖം മറച്ചു, എന്നാറെ അവർ തിരിഞ്ഞ് തങ്ങൾക്ക് തോന്നിയ വഴിയിൽ നടന്നു. എന്തുകൊണ്ട് താൻ ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നു എന്ന് ദൈവം വിശദീകരിച്ച് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദുഷ്ടന്മാർ അത്യാഗ്രഹികളാണ്. അവർ ദൈവത്തോടുള്ള ശത്രുതയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു. വിശുദ്ധനായ ദൈവം ഒരിക്കൽ ശത്രുതയെ തന്നോടുള്ള ദുഷ്ടൻ്റെ മത്സരത്തെ അത് ഇല്ലാതാക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും അറിയാൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹൃദയത്തിൽ അഹങ്കാരവും ശത്രുതയുമുള്ള വ്യക്തികളെ ദൈവം നിശ്ചയമായും ശിക്ഷിക്കും. ഇത് സന്തോഷത്തോടെ പറയുകയല്ല. ഇന്ന് അല്പം അഭിവൃദ്ധിയും മറ്റും കണ്ടാൽ പോലും അത് താഴ്മയിലേക്കുള്ളൊരു വഴി മാത്രമാകുന്നു എന്ന് നാം മറക്കരുത്. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. തങ്ങളുടെ ദുഷ്ടതയെയും ദുർമാർഗങ്ങളെയും വിട്ട് തിരിയുന്നവരെ താൻ സൗഖ്യമാക്കുകയും രക്ഷിക്കുകയും ചെയ്യുമെന്നത്രേ ദൈവം പറയുന്നത്. നീതിമാന്മാരോട് ദൈവം കൃപാലുവാണ്. 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനം എന്നും ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നും യഹോവ അരുളി ചെയ്യുന്നു. പാപിയുടെ ഹൃദയത്തോട് സമാധാനം പറയാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയങ്ങളിൽ സൗഖ്യവും സമാധാനവും പകരാൻ ദൈവം തയ്യാറാണ്. എന്നാൽ ജീവിതത്തിൻ്റെ സന്തോഷം എടുത്തു കളയുന്ന, ഭാവിയെ ഇരുളടഞ്ഞതാക്കുന്ന നിങ്ങളുടെ പാപവഴികളെ വിട്ടുതിരിയുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ എന്നത്രേ ദൈവം നോക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ക്ഷണികമായ സന്തോഷം മാത്രം തരുന്ന താങ്കളുടെ ആ പാപ പ്രവർത്തനങ്ങളുണ്ടല്ലോ, അത് താങ്കളെ നശിപ്പിക്കാൻ മതിയായതാണെന്ന് മറക്കരുത്. അത് വിട്ടുതിരിഞ്ഞ് യേശുവിങ്കിലേക്ക് വന്നാൽ അവിടുന്ന് താങ്കളെ സമാധാനത്തിൽ നിറയ്ക്കും. അടുത്ത വാക്യങ്ങളിൽ ദുഷ്ടന്മാരുടെ ഉപേക്ഷിക്കപ്പെട്ട സ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത്. യെശയ്യാ പ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് ദൈവത്തിൻ്റെ ആ വാക്കുകളെയാണ് ഈ അധ്യായവും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഇത് വളരെ തെളിവായ ഒരു വസ്തുതയാണെന്നത്രേ ഞാൻ വിചാരിക്കുന്നത്. മനുഷ്യജാതിയുടെ ചരിത്രം തന്നെ നിരന്തരമായി യുദ്ധത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഒക്കെ ചരിത്രമാണ്. ഇത് രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല, വ്യക്തികളെ സംബന്ധിച്ചും ശരിയാണ്. നാം അതിനെ മത്സരം എന്ന് വിളിക്കുന്നെങ്കിൽ കൂടിയും ഇതൊരു പോരാട്ടം തന്നെയാണ്. വ്യാപാര ലോകത്തും സാമൂഹിക ലോകത്തും മതത്തിൻ്റെ ലോകത്തും നമുക്കത് കാണുവാൻ കഴിയും. അയൽവക്കത്തും പട്ടണങ്ങളിലും പല ഭവനങ്ങളിലും ഇങ്ങനെ എല്ലായിടത്തും മത്സരവും പോരാട്ടങ്ങളും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവം പറയുന്നു, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യഹൃദയങ്ങളിൽ സമാധാനമുണ്ടാക്കുവാൻ ആർക്കും സാധിക്കില്ല. ഇതുവരെയും ആർക്കും അതിന് കഴിഞ്ഞിട്ടില്ല. ഇനിയും 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു, അതിന് അടങ്ങിയിരിപ്പാൻ കഴിയുകയില്ല, അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. തിരുവചനത്തിൽ ദുഷ്ടന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വ്യക്തമായ ഒരു ചിത്രമായിരിക്കും ഇവിടെ നാം ഇപ്പോൾ കാണുന്നത്. കലങ്ങി മറിയുന്ന കടൽ പോലെ ദുഷ്ടന് തൻ്റെ ദുഷ്ടവഴികളിൽ ഒരിക്കലും ശാന്തിയോ സമാധാനമോ കണ്ടെത്തുവാൻ കഴിയുകയില്ല. അതെ, പിടികൊടുക്കാതെ നടക്കുന്ന കുറ്റവാളിയെപ്പോലെ അവൻ സുരക്ഷിതത്വത്തിനും രക്ഷപ്പെടലിനും വേണ്ടി ഒളിച്ചു നടക്കുകയാണ്. കുറ്റമനസാക്ഷിയും നിയമവും വേട്ടയാടുമ്പോൾ അവൻ എങ്ങനെ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കും? അമേരിക്കയിലെ മിസിസിപ്പി എന്ന സ്ഥലത്തെ ജാക്സൺ എന്ന് പറയുന്നതായിട്ടുള്ള ചെറിയ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് 80 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ കയറി ചെന്നു. പരീക്ഷീണനായി കാണപ്പെട്ട ആ മനുഷ്യൻ പോലീസ് അധികാരിയോട് ഇങ്ങനെ പറഞ്ഞു, സർ, കഴിഞ്ഞ 50 വർഷമായി ഞാൻ എൻ്റെ മനസാക്ഷിയിൽ ഒരു കൊലപാതകം ഒളിച്ചു വെച്ചുകൊണ്ട് നടക്കുകയാണ്. എന്നാൽ മറ്റൊരാൾ ആ കുറ്റത്തിനുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആ കുറ്റം ഏറ്റുപറയുന്നു. ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട ആ മനുഷ്യൻ നിരപരാധിയാണ്. കൊലപാതകം ചെയ്ത കുറ്റവാളി ഞാനാണ്.
നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്തായിരുന്നാലും എന്നോട് ഇപ്പോൾ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നെ ശിക്ഷിച്ചാലും എന്ന് അദ്ദേഹം അപേക്ഷിച്ചു. എന്നാൽ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ ആ കുറ്റത്തിൻ്റെ പേരിൽ ഈ പറഞ്ഞ മനുഷ്യനെ ശിക്ഷിക്കുവാൻ കഴിയില്ലെന്ന് അധികാരികൾ മനസ്സിലാക്കി. മറ്റൊരു വ്യക്തി അതിനുള്ള ശിക്ഷ ഏറ്റുകഴിഞ്ഞതിനാൽ, അതിനുള്ള പിഴ അടച്ചതിനാൽ ഇനിയും ആ കുറ്റത്തിൻ്റെ യഥാർത്ഥ കുറ്റവാളിയെ ശിക്ഷിക്കുവാനോ അറസ്റ്റ് ചെയ്യുവാനോ നിയമമില്ല. എന്നാൽ ആ മനുഷ്യനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമാകും. ഒരുപക്ഷെ അയാൾക്ക് ലഭിക്കാവുന്നതിലേക്കും ഏറ്റവും വലിയ ശിക്ഷ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു. അതെ, കഴിഞ്ഞ 50 വർഷങ്ങളായി ഹൃദയത്തിൽ സമാധാനമോ സന്തോഷമോ ഇല്ലാതെ മനസാക്ഷിയുടെ കുത്തേറ്റ് അയാൾ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഒട്ടും സഹിക്കാനാവാത്ത ഒരു പ്രശ്നമായി വന്നപ്പോഴായിരുന്നു അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് വചനം പറയുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ മറ്റാരും തടഞ്ഞില്ലെങ്കിലും അവരുടെ മനസാക്ഷി തന്നെ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവന് കഴിയുകയില്ല എന്ന് എത്ര വ്യക്തമായിട്ടാണ് ദൈവവചനത്തിൽ നിന്ന് നാം കാണുന്നത്. 21-ാം വാക്യത്തിൽ ദൈവം അത് തീർത്തു പറയുന്നതും കൂടി ഞാൻ വായിക്കാം. 21-ാം വാക്യം, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. ദൈവത്തെ കൂടാതെ ഇന്ന് ലോകത്തിന് സമാധാനം ലഭ്യമാകുന്നുവെങ്കിൽ അത് ദൈവവചനത്തിന് വിപരീതമായിരിക്കും എന്നോർക്കണം. അത് യഥാർത്ഥമായിട്ടുള്ളതല്ല എന്ന് നമുക്കറിയാം. എന്നാൽ നമുക്കൊരിക്കലും ദൈവവചനത്തിന് വിപരീതമായിരിക്കാൻ കഴിയില്ല എന്നോർക്കണം. അതിൽ പറഞ്ഞിരിക്കുന്നതിന് വിപരീതമായി ഒന്നും സംഭവിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ദുഷ്ടന്മാർക്ക്, അതെ, ദൈവത്തെ ആദരിക്കാത്തവർക്കൊരിക്കലും ലോകത്ത് സമാധാനം ഉണ്ടാക്കുവാൻ കഴിയില്ല. അവർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകുകയുമില്ല. ഇന്നും അവർക്ക് സമാധാനമില്ല. ഇത് ദൈവത്തിൻ്റെ നിയമമാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണം പോലെ ഇത് പ്രവർത്തിക്കുന്നു. മുകളിലേക്ക് ഒരു കല്ല് വലിച്ചെറിഞ്ഞാൽ അത് താഴേക്ക് തന്നെ വീഴില്ലേ? അതുപോലെ താങ്കൾ ദുഷ്ടത പ്രവർത്തിക്കുന്നുവെങ്കിൽ ഓർക്കുക, കഷ്ടതയും വേദനയും കുറ്റബോധവുമായി അതിൻ്റെ മടങ്ങിവരവ് താങ്കളിലേക്ക് തന്നെ ആയിരിക്കും. പ്രിയ സുഹൃത്തെ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ലംഘനങ്ങളും അകൃത്യങ്ങളും നമ്മിൽ നിന്നും അകറ്റി നമ്മെ ശുദ്ധീകരിക്കുവാൻ, തൻ്റെ മുറിവേറ്റ മനസാക്ഷിയെ സുഖപ്പെടുത്തുവാൻ, നിൻ്റെ ഹൃദയത്തിൽ സമാധാനം പകരാൻ ദൈവത്തിന് മനസ്സാണ്. പക്ഷേ അതിന് നമുക്ക് മനസ്സുണ്ടാകണം. നാം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. താങ്കളുടെ ജീവിതത്തിൽ അങ്ങനെ സമർപ്പിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാകുന്നു എന്ന് വീണ്ടും ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. നിൻ്റെ വചനമനുസരിച്ച് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. തിരുഹിത പ്രകാരം ഞങ്ങളുടെ ജീവിതം ക്രമീകരിക്കപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുവാൻ താല്പര്യപ്പെട്ട എല്ലാവർക്കായിട്ടും സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഫലപ്രദമായിട്ടുള്ള സമയത്തെ തരണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. സമാധാനം നൽകുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരിക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെടുത്തുവാനുള്ള പ്രയത്നത്തിലാണ് പിശാച്. ആയതിനാൽ തന്നെ തൻ്റെ പ്രജകളാകുന്ന ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ വസ്തുതയാകുന്നു. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തതാകുന്നു യഥാർത്ഥ സമാധാനം. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ.